നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ്റെ പെർഫോമൻസ് ആണ്, നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. ഇൻട്രാഡേ ചാർട്ടാണ് ഈ കാണിക്കുന്നതാണ്. മാർക്കറ്റ് റേറ്റ് 23,074. അപ്പോൾ നമ്മൾ മെയിൻ ചാർട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും കോൾ സൈഡ് ആണ് അത് പുട്ട് സൈഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ഏത് സ്ട്രൈക്ക് സെലക്ഷൻ നമുക്ക് സുഖമായിട്ട് ഇതിൽ നിന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾ ലൈവായിട്ട് ഈ പെർഫോമൻസ് കാണാൻ, സ്ട്രാറ്റജി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ചെയ്യാവുന്നതാണ്. താഴെ കണ്ടിരിക്കുന്ന എൻ്റെ നമ്പറാണ്, കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. എൻ്റെ പേര് ഗംഗ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിഗ്നൽസ് ഇതൊക്കെ സിഗ്നൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുന്നതാണ്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അലേർട്ടും സൗണ്ടും കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഗ്രീൻ കളറിൽ അപ്പാരോ വരുന്നത് ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്ന സെല്ലുമാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ വെർട്ടിക്കൽ ലൈൻ, ഡേ സെപ്പറേഷൻ ലൈൻ, ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ബൈസിക്കിൾ വരുമ്പോൾ തന്നെ ഈ അലേർട്ട് മെസ്സേജിലും ഏറ്റവും മേഖല ഡിസ്പ്ലേ വരുന്നുണ്ട് ബൈ അറ്റ് 23,018. അതായത് ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് കോൾ ഓപ്ഷൻ മാത്രം നോക്കുക. 23,018 ഈ ലെവലിൽ നിന്നാണ് നമുക്ക് സോഫ്റ്റ് നിഫ്റ്റിക്ക് അത് ബൈ തന്നത്. അപ്പോൾ ഈ ലെവലിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. അതായത് അറ്റ് ദ മണി എടുക്കുന്ന ഒരാൾ 23,000 കോൾ ഓപ്ഷൻ, അല്ലെങ്കിൽ ഇൻ ദ മണി എടുക്കുന്ന ഒരാൾ 22,900 എടുക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി നമുക്ക് 23,100, 200 അങ്ങനെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ബാക്കി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റിനകത്ത് ഓപ്ഷൻ ചെയിൻ, അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച 23,100ൻ്റെയോ 22,900ൻ്റെയോ 23,100 ഇന്തമണിയിലോ അഡ്ഡമണിയോ ഏത് സ്ട്രൈക്ക് ആണെങ്കിലും അതിൻ്റെ തന്നെ ചാർട്ട് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയതുകൊണ്ട് ആ സ്ട്രൈക്ക് ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് അവിടെ സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. കാരണം ചില സമയത്ത് ഓപ്ഷനകത്ത് ബാങ്ക് നിഫ്റ്റിക്കകത്തൊക്കെ നമുക്ക് ഫേക്കുള്ള ട്രെൻഡ് വരും, അത് ഓപ്ഷനിൽ എഫക്റ്റ് വരത്തില്ല. അങ്ങനെ നമുക്ക് കുറേ ലോസ് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളിനൊരു 22,900 ഓപ്പൺ ചെയ്ത് കാണിക്കാം. 900 നമുക്ക് അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി എല്ലാം നോക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തത് ഇൻ ദ മണിയിലാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കൺഫേം സിഗ്നൽ കിട്ടേണ്ടത്. കണ്ട, ഇവിടെ നമുക്ക് എന്ത് കാണിക്കണം? ബൈ സിഗ്നൽ കാണിച്ചാൽ മാത്രം പോരാ, ഇതിവിടെ കൺഫേം ആയിരിക്കണം. കൺഫേം എന്ന് പറഞ്ഞാൽ ആരോ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാറിൽ ആ ബാർ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് ബൈ സോൺ ആയിരിക്കണം. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ 22,900 ബൈ കാണിച്ചിരുന്നത് 254.50 നമ്മൾ കൺഫേം എൻട്രി ആണെങ്കിൽ എൻട്രി എടുത്ത ശേഷം എക്സിക്യൂട്ട് ചെയ്ത ശേഷം താഴത്തോട്ട് നോക്കിയാൽ ടാർഗറ്റും സോഫ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ടാർഗറ്റ് 279, 300 ആൻഡ് 320 3 ടാർഗറ്റ് കാണിച്ചു തരുന്നുണ്ട്. അത് ഓൾറെഡി ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്, ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രീമിയം ചാർട്ടിൻ്റെയാണ്. നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ കൺഫേം എൻട്രി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. ഇത് ഇൻ ദ മണിയിലാണ്. ഞാനിപ്പോൾ ഒരു അറ്റ് ദ മണി 23,000 എടുക്കുകയാണെങ്കിൽ എനിക്ക് 23,000 അറ്റ് ദ മണിയിൽ ട്രേഡ് വന്നിരിക്കുന്നത് 155.85 അവിടെ നമുക്ക് 234 ലാസ്റ്റ് ടാർഗറ്റാണ്. അത് 3 ടാർഗറ്റ് അടിച്ച ശേഷം മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് ട്രെൻഡിലാണ്. ഇനിയിപ്പോൾ 23,100 ഇത് ഔട്ട് ഓഫ് ദ മണി വരും. അപ്പോൾ നമുക്ക് 23,100 127 വന്നിട്ടുണ്ട്. 23,200 വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. 23,200 വരുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി വന്നിരിക്കുന്നത് 82 കേട്ടോ. 82 എൻട്രി വന്നിട്ട് അതിപ്പം ഓൾറെഡി കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. 124, 75 വരെ കയറിയിട്ട് ഇപ്പം മാർക്കറ്റ് ഇറങ്ങുവാണ്. അപ്പോൾ ഇതിലും ടാർഗറ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മളുടെ എൻട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വന്നൊരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ചാർട്ടിലോട്ട് വരിക. അവിടെ എന്താ ട്രെൻഡ് അതനുസരിച്ച് അടുത്ത എൻട്രി എടുക്കാം. ഇതിനകത്ത് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. ഇനി മാർക്കറ്റ് റിവേഴ്സിലോട്ട് പോകണമെങ്കിൽ നമുക്ക് സെല്ല് കാണിക്കാം. അപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ അവിടെ നമുക്ക് എഗെയിൻ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.